വയനാട് ലക്കിടിയിൽ മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടതിനു ശേഷം സുഗന്ധഗിരിയിൽ മാവോയിസ്റ്റുകളെ എത്തിയതായി പ്രദേശവാസികൾ. സുഗന്ധഗിരി പ്ലാന്റേഷൻ ഏരിയയിൽ മാവോയിസ്റ്റ് വേട്ടയ്ക്കായി സ്ഥാപിച്ച പോലീസ് ഔട്ട്പോസ്റ്റിന് തൊട്ടടുത്താണ് ആയുധധാരികളായ മാവോയിസ്റ്റുകളെ കണ്ടെത്തിയത്. സമീപകാലത്ത് മാവോയിസ്റ്റുകൾ ഇറങ്ങിയ വയനാട്ടിലെ ലക്കിടി, സുഗന്ധഗിരി, അമ്പ, ചെന്നായ്ക്കവല എന്നിവിടങ്ങളിൽ തണ്ടർബോൾട്ടിന്റെ സ്ഥിര നിരീക്ഷണമുണ്ട്. സുഗന്ധഗിരിയിൽ സ്ഥാപിച്ച പോലീസ് ഔട്ട്പോസ്റ്റിൽ 20ഓളം പോലീസുകാരാണ് ഡ്യൂട്ടിയിലുള്ളത്. ഇതിനിടയിലും തൊട്ടടുത്ത വീടുകളിൽ മാവോയിസ്റ്റുകൾ എത്തിയതായാണ് സമീപവാസികൾ പറയുന്നത്. മാവോയിസ്റ്റ് പ്രശ്നം ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നമുക്ക് വ്യക്തമായ സൂചന ചില വീടുകളിൽ വന്നു. ഞങ്ങൾ ഓടി ചെന്നപ്പോഴും അവർ ഇറങ്ങി ഓടി. തോക്കുകളേന്തിയ പോലീസുകാരുടെയും തണ്ടർബോൾട്ട് സംഘത്തിന്റെയും നടുവിലാണ് സുഗന്ധഗിരി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നത്. പ്രദേശവാസികളുടെ സ്വകാര്യതയെ കൂടി ബാധിക്കുന്ന തലത്തിലേക്ക് പോലീസ് നിരീക്ഷണം മാറിയിരിക്കുന്നു. മാവോയിസ്റ്റുകളുടെ ശല്യം ഇപ്പോൾ ഈ തൊട്ടടുത്ത സ്കൂളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ കാശ്മീരിൻ്റെ അവസ്ഥയുള്ളത്. ഒരു സൈഡിൽ തോക്കും തൊട്ടടുത്ത റൂമിൽ കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ലക്കിടിയിലെ ഉപവൻ റിസോർട്ടിലെത്തിയ 2 മാവോയിസ്റ്റുകളിൽ ഒരാളായ CP ജലീൽ വെടിയേറ്റ് മരിക്കുകയും ഒരാൾ രക്ഷപ്പെടുകയും ചെയ്ത ശേഷം തണ്ടർബോൾട്ടും പോലീസും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് പോലീസ് ഔട്ട്പോസ്റ്റിനടുത്തു തന്നെ വീണ്ടും മാവോയിസ്റ്റുകൾ എത്തിയത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, വയനാട്.